ഒരു പരിധി കൂടുതൽ ഫോർമുല ആവാൻ പറ്റില്ല. ഈ ഫോർമുല ഒക്കെ കഴിയുമ്പോഴേക്കും നാണം വരും. അല്ല അന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കോണാണല്ലോ. അതെ അതെ ശരിയാണ്. ക്യാമറ വരുമ്പോഴേക്കും പെട്ടെന്ന് വേറൊരു സംസാരമൊക്കെ ഫുള്ളില്ല. അപ്പം നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് സ്നാക്സും കുറച്ച് ഡ്രിങ്ക്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിക്ക് ഓഫ് ചെയ്യാം. എവിടേക്ക് നമ്മൾ പോകണേ? കുട്ടിക്കാരം. യെസ്, കുട്ടിക്കാനം. നമുക്ക് ഇന്ന് 3 വണ്ടികളാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. എസ്ക്യൂ ഷർട്ട് കേട്ടോ, നല്ല ഷർട്ട് ആണെങ്കിൽ എസ്ക്യൂ പോവാം. എസ്ക്യൂ വേണം. നമ്മൾ 3 വണ്ടിയിലാണ് പോകുന്നത്. ഒരു പോളോ TDI, പിന്നെ ഒരു VRS 230 DTR, APR DTR, പിന്നെ നമ്മുടെ G87 M2. F87 എവിടെ? F87 ടയർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ടൈം എടുക്കും. അപ്പോൾ ലെറ്റ്സ് കിക്ക് ഓഫ്. പോളോ സ്റ്റേജ് 1 ട്യൂൺഡ്. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടൂൺ നെറ്റ്വർക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു വീക്കെൻഡ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. കുട്ടിക്കാനത്തോട്ടുള്ള പോക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഹോട്ടൽ മറിയ എന്ന് പറഞ്ഞ അടിപൊളി ഹോട്ടലാണ്. നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, നല്ല പൊറോട്ടയും ബീഫും. അപ്പം നമ്മുടെ ബോയ്സ് എല്ലാവരും ഉണ്ട്. ബോണി ഉണ്ട്, എൽവിസ് ഉണ്ട്, ഡാരലുണ്ട്. ചെറിയൊരു ഡ്രൈവ്. ഇത് ശരിക്കും നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ നോക്കി കാണാം. എടാ നോക്കി, നല്ല മല, നല്ല അപ്പം നമുക്കിനി നേരെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു 10 മിനിറ്റ്സും കൂടെ ഉള്ളു കുട്ടിക്കാനം. അമ്മച്ചിക്കുട്ടാരോ? അറിയില്ല. ഇവിടെ അമ്പച്ചിക്കുട്ടാർ ആഷ്ലി ബംഗ്ലാവ് ഉണ്ട്. ആണല്ലേ? പരിധിമ്പാറ അറിയില്ല. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചായിരിക്കും. പിന്നെ നമ്മള് ഫുഡ് കഴിക്കണേ. ഇതും പിന്നെ വേറെ സ്ഥലമുണ്ടോ? ഓപ്പൺ കിച്ചൺ, പിന്നെ തേയില. അത്രയ്ക്ക് അട്ടയാണോ? അവിടെ എന്നാ ഫുൾ അട്ടയാണോ? ആണോ? എനിക്ക് തോന്നുന്നു ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴ പ്രേതബാധ വല്ല കേട്ടോ. ഇവിടെ കറക്കാൻ നമ്മുടെ ജനങ്ങളെ കാണേ മനോഹരമായിട്ട് പഴയ ആ കൊച്ചായിന്റെ അടിയിൽ കൂടെ, മണ്ണിന്റെ അടിയിൽ കൂടെ വരുമ്പോൾ അന്നക്കി പോകുക. കട്ടപ്പന തിരിച്ച് മുണ്ടക്കയത്ത് നമ്മൾ പറഞ്ഞ അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഒരു ഷെയ്ഡ് ഉണ്ടല്ലേ, ഷെയ്ഡീസ് തമാശ ചോദിച്ചിട്ടില്ലേ പ്രേതബാധമുള്ള കർഷകർ. ഒരു ഫ്രം എൻ അഫോർഡബിൾ മീൻസ് ടു എൻ എൻസാർ. ഞാൻ അതിന് മുകളിലേക്ക് സൂപ്പർ കാർസ് പറയുന്നത്. ക്യാൻ യു ലിസ്റ്റ് ഫ്യൂ ഓഫ് ദ എന്താ പറയുക ഏറ്റവും ഫാൻ ബേസ് ഉള്ള, ബിൽഡ് കേപ്പബിലിറ്റീസ് ഉള്ള, റെസ്പെക്റ്റഡ് ആവേണ്ട കാറുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ കുറച്ച്? ഫ്രം ദ ബേസ്, ഫ്രം യുവർ എക്സ്പീരിയൻസ്, ഫ്രം അവർ 1.5 ഫിഗോ TDC. ഐ വുഡ് സേ 1.5 EDI എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 2 ലിറ്റർ TDIസിലും അടിപൊളി വണ്ടികളാണ്. ജെറ്റ 2 ലിറ്റർ TDI. പ്രത്യേകിച്ച് എനിക്ക് ഒക്ടാവിയ സ്പിറ്റ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. 320D ഇല്ലേ? ആ വിലക്ക് കിട്ടും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദർ ഈസ് നോ 330i ഫാൻസിയോ. 330iക്ക് ഒരു ഗ്രൂപ്പില്ല, ഒന്നുമില്ല. ബട്ട് 330i ഈസ് എ അണ്ടർ റേറ്റഡ് കാർ. ഐ വുഡ് സേ 330i ഞാനത് ഓൺ ചെയ്തുകൊണ്ട് മാത്രം പറയണമല്ല. ഞാൻ 330i ഓൺ ചെയ്യുന്ന സമയത്ത് അതിനൊരു ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല, ഡ്രൈവ്സ് പോകാൻ കമ്മ്യൂണിറ്റി ഇല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ VRS, ഇറ്റ്സ് നോട്ട് എ 340i. സോ ഐ വാസ് ലൈക്ക് ഇടയ്ക്ക് ബട്ട് 330i ഈസ് എ റിയലി ഗുഡ് കാർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി പുറത്തൊക്കെ ആൾക്കാർ കുറച്ച് അതിനുള്ള കേപ്പബിലിറ്റീസൊക്കെ മനസ്സിലാക്കി മോഡ്സൊക്കെ
ചെയ്ത് തുടങ്ങി. ബട്ട് 330 ഈസ് അണ്ടർ റേറ്റഡ് കാർ. അതെന്നെ സംഭവം ഞാൻ പറയട്ടെ. 330 എന്ന് പറഞ്ഞാൽ അടിപൊളി ബാലൻസ് ഉള്ള നല്ല ഡ്രൈവബിലിറ്റി ഉള്ള നല്ല ഡൈനാമിക്സ് ഉള്ളൊരു വണ്ടിയാണ്. പക്ഷേ അതിന് ബിഗ് പവർ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് B40 വരുമ്പോൾ നല്ല രസം അത്. പക്ഷേ അത് അതിൻ്റെ റോഡിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് റോഡ്, അതായത് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ റോഡ് വളയുന്ന പ്രശ്നം. അപ്പോൾ അതുള്ളതുകൊണ്ട് ബട്ടറി പിസ്റ്റൻസ് അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് അത് ഫോർ ചെയ്ത് ഇറക്കാനുള്ള പിന്നെ ബീഫ് സ്റ്റേറ്റ് മേടിച്ചാൽ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ. പക്ഷേ വാട്ട് യു സെഡ് ഇസ് ട്രൂ. അതിനൊരു ഫാൻ ബേസ് ഇല്ല. കാരണം then they are always going for the B58 or they land upon a VRS of ഇടയ്ക്കൊരു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ റിയർ വീൽ ഡ്രൈവ് ഫണ്ട് നമുക്ക് ഈ B40 ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഞാൻ VRS എയിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ 330 എടുത്തത്. സോ VRS ഓടിക്കാൻ ഇരുന്ന ഞാനൊരു റിയർ വീൽ ഡ്രൈവ് കാർ ആ സമയത്ത് എടുക്കുമ്പോൾ 340 ഒന്നും ഇറങ്ങിയിട്ടില്ല. സോ ദാറ്റ് വാസ് എ സൂപ്പർ ഫൺ കാർ. എനിക്ക് തന്നെ തോന്നിയപ്പോൾ എന്താ പറയുക, ഈ പർട്ടിക്കുലർ വണ്ടി അത്യാവശ്യം എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന ഷാസിയും ഒരു സേഫർ ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് പവർ അതിന് ഭയങ്കര ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ്. അത് ചിലപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ ഒരു ഡ്രാമയും കുറച്ചുകൂടെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലും വേണ്ടിയവർക്ക്. അല്ല, ഞാൻ പറയുന്നത് സ്റ്റിൽ വിത്ത് ഓൾ ദാറ്റ് ആസ്പെക്ട്സ് ആരും അത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള റിസ്ക് എടുത്തിട്ടില്ല. ഐ മീൻ അതിന് വേണ്ട പാർട്സ് മാനുഫാക്ചർ ചെയ്യാൻ നോക്കില്ല. ബിക്കോസ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഉണ്ടായിരുന്നപ്പോഴത്തേക്കും you felt like you were not fitting anywhere. Yeah, I was like feeling completely out of space. കാരണം എൻ്റെ ഒരു വണ്ടി ഉണ്ട്. I am the only person who feels good about it. Nobody talks about it. ഒരു ഫോറമും ഇല്ല, ഒന്നുമില്ല. ശരിക്കും ഫാമിലി ഓറിയന്റഡ് അങ്ങനെ ഒത്തിരി പർച്ചേസ് പോയോണ്ടാണോ 330 അല്ല? നോ, ഐ മീൻ എനിക്കൊരു റിയർ വീൽ ഡ്രൈവ് കാർ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ 330 എടുത്തു. ഐ ഡിഡ്ന്റ് ഗോ ഫോർ എ ഡീസൽ. അത്യാവശ്യം ആ സമയത്ത് ഇറ്റ് വാസ് എ ഗുഡ് പവർ, ഇറ്റ് വാസ് പുഷിംഗ് ഗുഡ്. പിന്നെ ഇപ്പം നമുക്ക് യു ആർ സീയിങ് ലോട്ട് ഓഫ് കാർസ് ബീങ് ബിൽഡ്. അപ്പം നമുക്ക് അതൊന്നും പവർ അല്ലാതെ തുടങ്ങി. ഈ 330 320D കമ്പയർ ചെയ്തു അത് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ആക്ച്വലി 320D എന്ന് പറയുമ്പോഴത്തേക്കിനും ആക്ച്വലി എന്താ പറയുക, നല്ല ടോർക്കിയാണ്, ഡീസലാണ്. അപ്പോൾ അതിൻ്റെ അത് ഫ്രൂഗിലുമാണ്. 330 എന്ന് പറയുമ്പോഴത്തേനും അന്ന് 340 ഇല്ലാത്തതുകൊണ്ട് എന്തൂസിയാസ്റ്റ് എല്ലാം വാസ് ലീഡിങ് ടുവേർഡ്സ് 330 ആയി. 320D വുഡ് മേക്ക് മോർ സെൻസ്. ശരിക്കും എൻസ്പോർട്ട് വേരിയൻ്റ് അന്ന് 330 മാത്രം ഉണ്ടായിരുന്നു, ഡിക്ക് ഇല്ലായിരുന്നു. പിന്നെ അതൊരു എനിക്ക് തോന്നുന്നു BMW പെട്ടെന്ന് തന്നെ 340 ലോഞ്ച് ചെയ്തു. അതായത് നമ്മൾ 340 അവിടെ വരുന്ന എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്ത് ഞാനൊക്കെ ഇത് എടുത്ത സമയത്ത് തന്നെ 340 ലോഞ്ച് ചെയ്തു. പിന്നെ ആ സമയത്ത് കുറച്ച് കാലത്തേക്ക് 5 സീരീസ് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അപ്പോൾ 5 സീരീസിലേക്ക് തന്നെ കസ്റ്റമേഴ്സ് കൂടി 340 ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ 340 ആ ഒരു എറയായി മാറി. APR DTR 6054 എന്ന് പറയുന്ന ടേബോ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 450 bhp അറ്റ് ക്രാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത്. അതും XP മറ്റേ 100 ഡ്രോണോ പ്രൊക്ടേനോ ഒന്നുമില്ല, 95 ഡ്രോൺ മാപ്പിൽ. അതായത് നമ്മുടെ പമ്പ് ഗ്യാസ് തന്നെ സാധനം കിട്ടും. വേറെ ഒന്നും മാറ്റിയിട്ടില്ല ഇതിനകത്ത്. ഇൻടേക്ക് പോലും സ്റ്റോക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് ആഫ്റ്റർ ഡ്രൈവിങ് ഇറ്റ് വാസ് ബട്ടറി സ്മൂത്തായ വണ്ടി. ഞാൻ ഈ വണ്ടി സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, നമ്മുടെ ഡാറിൻ്റെ വണ്ടിയാണ്. അപ്പം പക്ഷേ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കുമ്പോൾ ഇത് സ്റ്റോക്ക് വണ്ടി. അതായത് എക്സോസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല, ഡൗൺ പൈപ്പ് മാറ്റിയിട്ടില്ല. ആൻഡ് സ്റ്റിൽ പുഷിങ് ക്രേസി നമ്പേഴ്സ്. ദാറ്റ്സ് എ തിങ് വിത്ത് APR. അമ്മ എന്താ കാണിക്കുന്നത് അറിയില്ല, വിസഡറിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാഡ് പവർ. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി ഇനി അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ബ്രേക്കിൻ്റെ കാര്യത്തിൽ സസ്പെൻഷൻ കാര്യത്തിലൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വണ്ടി മാഡ് പവറാണ് പുഷ് ചെയ്യുന്നത്. ഭയങ്കര സ്പിന്നിങ് ആണ് അത് ചെയ്ത്. പവർ ആ ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ I30 അത്രയും ലാഗ് എനിക്ക് തോന്നിയില്ല. ബട്ട് വൺസ് ദ പവർ സർജ് കംസ് ഇൻ അടിച്ച് ടോപ്പിൻ്റെ പോവുക. ഇത് 230 അല്ലേ? 230. ഈ 230 വേഴ്സസ് 245 വരുന്ന ഒരു വ്യത്യാസം. അതിപ്പം എൻ്റെ F87 ബോണിയുടെ G87 എടുക്കുന്ന പോലെ തന്നെ ഇത് ഭയങ്കര റോയാണ്. മറ്റേ ഇച്ചിരിയും കൂടി ഈ പറയുന്ന പോലെ ഇച്ചിരി മാന്യത ഡീസൻ്റാണ്. പവറൊക്കെ മര്യാദയ്ക്ക് ഫുഡ് ഡൗൺ ചെയ്യും. അതെ ഒയ്യോ, ഇത് കുറച്ച് 245 നമ്മുടെ 230 മറ്റേ 240. ഇത് കുറച്ച് നാൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയതല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? സ്റ്റോക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് വണ്ടി ഭയങ്കര സട്ടിൽ അല്ലേ. ഇറ്റ്സ് നോട്ട് എ ഫാസ്റ്റ് കാർ, ഇറ്റ്സ് ലീനിയർ ആണോ? ലീനിയർ. പക്ഷേ പവർ ഇസ് ദർ, പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും. ഇറ്റ് വാസ് ഓൺലി ഫാസ്റ്റ് ബിക്കോസ് ഓഫ് ദ DSG. ആ 2 ലിറ്ററിന്റെ മാജിക് ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ല. ഇപ്പൊ അതല്ല കളി. See, right now I say on camera,
ഐ റിഗ്രറ്റ് സെല്ലിങ് മൈ VRS വിത്തൗട്ട് ഡൂയിങ് എ DTR ബിക്കോസ് ഇത് ഓടിച്ചു കഴിഞ്ഞപ്പം ഞാൻ എന്തുകൊണ്ട് DTR കൂടെ ഒന്ന് ചെയ്തിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര, കാരണം അത് ഭയങ്കര രസം. എൻ്റെ വണ്ടിക്ക് ബിഗ് ബ്രേക്ക് കിറ്റും സസ്പെൻഷൻ അപ്ഗ്രേഡ്സും അല്ലാതെ ചാസി ബ്രേസും ബാക്കിൽ കെ ബ്രേസും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇച്ചിരി കൂടെ ബാലൻസ് ആയിട്ട് തോന്നുമായിരുന്നു. ഈ വണ്ടിയിലും അങ്ങനത്തെ അപ്ഗ്രേഡ്സ് ഒക്കെ വരുന്നുണ്ട്. ബ്രോയുടെ വണ്ടിയിൽ എക്സോസ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെയും ഇതിൻ്റെ അകത്ത് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇതിൻ്റെ അത് തോന്നരാ. ബിഗ് ടർബോ ആയതുകൊണ്ട് അതിന്റെ പുറത്തും ചെറിയ സൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതൊന്നും അറിയാം, നമുക്കും പറയാമെങ്കിലും ടർബോയുടെ സൗണ്ട് സ്പൂൾ ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ട്. സംഭവം ആഫ്റ്റർ ദാറ്റ് ഒരു സർട്ടൻ RPM കഴിഞ്ഞിട്ടാട്ടോ എൻ്റെ എല്ലാം തന്നെ. ഇത് വൺസ് ബൂസ്റ്റ് ഹിറ്റ്സ് അങ്ങ് അടിച്ച് കയറുക പറഞ്ഞാൽ ഇത് 200 കഴിഞ്ഞിട്ടും അങ്ങനെ കയറുക. നമ്മൾ ഒരിക്കലും ഇതൊരു VRS ആണ്, ഒരു സ്കോഡയാണെന്ന് ഒരിക്കലും ഒരു 200 ഈ ഇനീഷ്യൽസിലുള്ള ട്രാക്ഷൻ അല്ലാതെ വേറെ എവിടെയെങ്കിലും ട്രാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ടൊന്നും വാർത്ത വെച്ചു. അതായത് ഇപ്പം എനിക്കൊന്ന് 80 ട്രാക്ഷൻ പോകുന്നുണ്ട്. അല്ല, ഇതിന്റെ ഇനീഷ്യൽ വലിയ ടർബോ ആയതുകൊണ്ട് ആദ്യം കയറില്ല. ഫസ്റ്റ് ഗിയർ ഒക്കെ പിന്നെ ഈ സ്റ്റേജ് 2 വണ്ടിയുടെ പിന്നെ ഫസ്റ്റ് ഗിയർ ഒക്കെ ട്രാക്ഷൻ വണ്ടി 100 വരെ നോക്കിക്കഴിഞ്ഞാൽ 100 വരെ എൻ്റെ ആയിരിക്കും ഫാസ്റ്റ്. കാരണം ഇറ്റ് ഈസ് പുട്ടിങ് ഡൗൺ പവർ മോർ സെൻസിബിളി മേ ബി. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസിന് ആദ്യമേ നടക്കൂല, അവസാനം നടക്കുമ്പോഴേക്കും ഗിയർ മാറും. അപ്പൊ അടുത്ത ഗിയറിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഇത് കുറച്ചും കൂടി എഫിഷ്യന്റ്ലി ശരിക്കും പവർ പുട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡിൽ ഭയങ്കര അഗ്രഷനാണ്. എൻ്റെ വണ്ടി സ്റ്റേജ് 2 ആണ്, ടോപ്പ് എൻഡ് ആകുമ്പോഴത്തേനും വണ്ടി ബോട്ടം. പക്ഷേ ഒരു കാര്യം കേട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ECUവിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലല്ലോ, അത് ആ ഒരു ടർബോ ചേഞ്ചിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ടർബോ മാറ്റി ആ ടർബോയുടെ കൂടെ ECU മാപ്പും കൂടെ വരുന്ന അങ്ങനെയാണ്. അപ്പൊ ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് കാർ, ഇതിൻ്റെ അകത്ത് ടർബോ APR DTR 6054 എന്ന് പറഞ്ഞാൽ ടർബോയിങ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കോഡ് കിട്ടും എൻ്റെ മാപ്പിൻ്റെ. അതും കൂടെ അപ്പോൾ APR മാപ്പ് ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ആ കോഡ് വെച്ച് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ അല്ലേ? ഓക്കെ, പക്ഷേ ഇതിലും എക്സോസ്റ്റ് ആയി. എക്സോസ്റ്റ് ഇതെന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കൊന്ന് എമിഷൻസ് ഓഫ് ചെയ്തിട്ടില്ല APR. സ്റ്റേജ് 2 അപ്പം അന്നാളെ ഒരു പ്രശ്നം വന്നായിരുന്നു എനിക്കൊരു 4 years ബാക്ക്. അപ്പോൾ ഇവരെന്നാ ഇപ്പോൾ നമ്മളിപ്പോൾ DK ഡൗൺ വെക്കുവാണെങ്കിലും ചെക്കിങ് ലൈറ്റ് വരും. ചെക്കിങ് ലൈറ്റ് വരും മാത്രമല്ല ഈ ടർബോയോട് ഇപ്പോൾ DK ഡൗൺ പൈപ്പ് ചെയ്യണമെങ്കിൽ വേറെ എന്തോ മാപ്പിലും എന്തോ വ്യത്യാസമൊക്കെ വരുത്തണം. ഓക്കെ, ഇറ്റ്സ് എ ജുഗാഡ് ബേസിക്കലി. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ആക്ച്വലി ഇങ്ങനെ ഓടിച്ചു എന്നിട്ട് ക്യാറ്റ് ബാക്ക് മാത്രം മാറ്റി ചെറിയൊരു സൗണ്ട് വരും. ഇതിന് റെസിലേറ്റർ ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ഇതെല്ലാം ഉണ്ട്. റെസിലേറ്ററൊക്കെ എന്തായാലും ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല, ഈ സെക്കൻഡ് റെസിനേറ്റർ അല്ലേ? സെക്കൻഡറി എൻ്റെ 330 സെക്കൻഡറി കാറ്റൊന്നുമില്ല, ഇതിന് ഒരു കാറ്റലിക് കൺവേർട്ടറും റെസിനേറ്ററും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കാര്യമൊക്കെ ശരിയാ. ഒക്ടേവിയ VRSന് വരെ ഞാൻ എക്സോസ്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ റെയിമസിൻ്റെ വാൽട്രോണിക് യൂണിറ്റിന് 2,80,000 രൂപ കണ്ടാണ്. അപ്പം ഇപ്പം ഞാൻ ഈ M2 കോമ്പറ്റീഷൻ്റെയൊക്കെ റേറ്റ് അത് അവിടെ നിൽക്കട്ടെ. ഇത് G87 ഇതിന് എക്സോസ്റ്റ് മാറിയായിരുന്നല്ലോ, എത്രയായി? ഐസൻമാൻ ഇപ്പോഴത്തെ G സീരീസിലുള്ള MCASനൊക്കെ വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 7.5 to 8 lakhs ഒക്കെ ആവും. ഞാൻ ബൈ ദ വേ യൂസ്ഡ് ആയിട്ടുള്ള ഐസൻമാൻ്റെ എക്സോസ്റ്റ് എടുത്തേക്കുന്നത്. കിട്ടി. അത് നല്ലൊരു സാധനം കിട്ടി. യൂഷ്വലി അപ്പം നമുക്കൊരു 8 lakhs മാറ്റി വെക്കണം. സോ ഓൾ പീപ്പിൾ ഹു ആർ എയിമിങ് ഫോർ എൻ MCAR അവരാ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 8 lakhs കൂടി ബഡ്ജറ്റ് ചെയ്യാം. 1 crore 40 ആണെങ്കിൽ 1 crore 48 അങ്ങനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഐ മീൻ നമുക്ക് ഇത്രയും നല്ലൊരു കാർ വാങ്ങി ഉടനെ ഒരു എക്സോസ്റ്റ് മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് ഫീഡ്ബാക്ക്. ഞാൻ വണ്ടിയുടെ നമ്പർ കിട്ടുന്നേക്കുമ്പോൾ എക്സോസ്റ്റ് മാറ്റിയത്. ഒരു 1 crore 40 lakhs സ്പെൻഡ് ചെയ്യുന്നത് 8 lakhs എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യമൊന്നുമില്ല. അങ്ങനെ പറയാം. ഞാനൊരു FATSM മേടിച്ചില്ലേ, എന്ത് എൻ്റെ എക്സോസ്റ്റ് മാറ്റാൻ പൈസ കുറച്ച് പേരാ. അതായത് നമ്മള് ഒരുപാട് ആൾക്കാർ ബ്രേക്ക് മാറാൻ പാടില്ല. ഇറ്റ്സ് വൺ കാർ എമംഗ് അതർ കാർസ് അവരുടെ. ബട്ട് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ഗോളിലേക്ക് എത്തിയ ആൾക്കാരാണ്. സോ ഫോർ us 8 lakhs is really important. It's 8 lakhs. നമ്മുടെ പണ്ടത്തെ ബിടെക് പഠിച്ചത് 4 lakhs ലോൺ എടുത്തിട്ടാ, അത് തന്നെ അടുത്ത് നിർത്തത് 4 വർഷം കൊണ്ടാണ്. സോ 8 lakhs is a big amount. എന്റെ പോളോ വിട്ട കിട്ടിയല്ല 8 lakhs. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുൾ ക്യാറ്റ് ബാക്കിന് ഭയങ്കര വിലയാണ്. അപ്പം ആക്റ്റീവ് ഓട്ടോ വർക്സിന്റെ മിഡ് പൈപ്പ് മാത്രം മേടിക്കാൻ കിട്ടും. അതിന്റെ സിംഗിൾ മിഡ് പൈപ്പും ഉണ്ട്, ഈക്വൽ ലെങ് മിഡ് പൈപ്പും ഉണ്ട്. അതൊരെണ്ണം മേടിച്ചിട്ട് നമ്മൾ പെർഫോമൻസിന്റെ ആണ് എക്സോസ്റ്റ് ആണ് ഇരിക്കുന്നത്. അതിന്റെ ബാക്ക് ബോക്സ് നല്ലതായിട്ട് വെൽഡ് ചെയ്ത് കയറ്റിയാൽ മതി. അടിപൊളി. പുറത്ത് ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡ്രോണും ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വെച്ച് ഈ പറയുന്ന പോലെ ഒരു 2 lakhs ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സോസ്റ്റ്. നമ്മൾ എക്സോസ്റ്റുകൾ എപ്പോഴും പിക്ക് ചെയ്യുമ്പോൾ ഒന്ന്
ഏറ്റവും നല്ലത് അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിലെന്ന് പറഞ്ഞാൽ ഫോണിൽ കേട്ട് നോക്കിയിട്ട് കാര്യമില്ല, അത് കാര്യമില്ല, അത് യാതൊരു കാര്യമില്ല. ഫോൺ വെച്ചിട്ടും കാര്യമില്ല. കാരണം അത് നമ്മളിപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോസിനകത്ത് തന്നെ അതിൻ്റെ ആക്ച്വൽ സൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോസിൽ അറിയുന്നില്ല. ഈ വണ്ടി എന്ത് ലൗഡാ, അതെ. പക്ഷെ നമുക്ക് വീഡിയോയ്ക്കകത്ത് അത്രയൊന്നും കിട്ടത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാശിനകത്തൊക്കെ OPF GPF സെൻസേഴ്സും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ നമ്മൾ ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങുമ്പോൾ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ എക്സോസിനകത്ത് തന്നെ OPF GPF ഡിലീറ്റ്, റെസൊനേറ്റർ ഡിലീറ്റ്, എക്സ് പൈപ്പ്, മിഡ് പൈപ്പ്, ഈക്വൽ ലെങ്ത് മിഡ് പൈപ്പ്, അങ്ങനെ കുറേ ഓരോന്നിനും ഓരോ കൈൻഡ് ഓഫ് ടോൺസ് ആൻഡ് സൗണ്ട് വേരിയേഷൻസ് ആണ്. ഈവൻ സ്റ്റോക്ക് ബാക്ക് ബോക്സ് വിത്ത് വേറെ ആഫ്റ്റർ മാർക്കറ്റ് ബാക്ക് ബോക്സ് എല്ലാം സൗണ്ട് ഡിഫറെൻറ്റ് സൗണ്ട്സ് ആണ്. ഈ കോമ്പിനേഷൻ റൈറ്റ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്തില്ലെങ്കിൽ ഐ നോ ഫ്യൂ ഗൈസ്, ചില ആൾക്കാർ ഇങ്ങനെ ഓക്കെ ഈ പേരുകൾ കേട്ടിട്ട് ജസ്റ്റ് ഓർഡർ ചെയ്തിട്ട് എന്താ പറയുക OPF GPF ഡിലീറ്റ് ഇല്ലാത്തത് വാങ്ങിയ കാരണം കൊണ്ട് ഇറ്റ്സ് നോട്ട് സൗണ്ടിങ് ലൗഡ്. അപ്പോൾ എപ്പോഴും ഒരു മിഡ് പൈപ്പ് മാത്രം ആദ്യം അപ്ഗ്രേഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത സെറ്റ് അപ്ഗ്രേഡ്. അപ്പോൾ ഇഫ് ഇറ്റ്സ് നോട്ട് ഇനഫ് ഫോർ യു, അങ്ങനെ ചെയ്യണമെങ്കിൽ യു വോണ്ട് ബി സാഡ്. ശരി, അപ്പം നമുക്ക് എല്ലാം അറിഞ്ഞറിഞ്ഞ് ശരി ബഡ്ജറ്റിൽ ചെയ്യാനും പറ്റും. യാ ആസായിട്ട് ചോദിച്ചതാ ഏത് എഞ്ചിനാ? 1.5. അതെ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് പറ്റിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതേലുള്ള ജനറേഷൻ ഏതാ? ട്രിപ്ലേറ്റ്. അതിൽ 1.8 2 ലിറ്ററിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് പറ. ഈ ട്രിപ്ലേറ്റിന്റെ 1.8 2 ലിറ്ററിന്റെ ബ്ലോക്ക് ബ്ലോക്ക് എൻറ്റയർലി സെയിമാ. രണ്ടിന്റെ ബ്ലോക്ക് സെയിം ആണ്, എൻറ്റയർലി സെയിം ഇതാണ്. ഈ കപ്പാസിറ്റി 2 ലിറ്റർ സിലിണ്ടർ ബ്ലോക്കിന്റെ ഉള്ളിലുള്ള സിലിണ്ടേഴ്സിനും അതിന്റെ എന്തോ ഷാഫ്റ്റിനും വ്യത്യാസവും. ടോർക്ക് പറയുന്നില്ലേ? ടോർക്ക് പറയുന്നില്ലേ? ടോർക്ക് കുറവാണല്ലോ. ടോർക്ക് കുറവാണല്ലോ. ടോർക്ക് കുറവാ. പിന്നെ ഈ ലിറ്റർ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടേഴ്സ് താന്നിരിക്കും, പിന്നെ അതിൻ്റെ അകത്ത് എത്ര ലിറ്റർ ഓയിൽ കൊള്ളും അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 200 ml കുറവാണ്. കാരണം അത്രേ ഉള്ളൂ. എന്നാ താൻ പറ എന്നാ ട്രിപ്ലേറ്റ് 1.8 2 ലിറ്റർ നമ്മളൊരു വ്യത്യാസം പറ. ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസമല്ലേ? അതല്ലാതെ വേറെ ഈ ട്രിപ്ലേറ്റിന്റെ ബേസിക്കലി സെയിം ബ്ലോക്കാണ്. പക്ഷെ അതിൻ്റെ ആ സിലിണ്ടറിൻ്റെ അവിടെ എന്തോ ഞാനത് ആരാ ഈ ട്രിപ്ലേറ്റ് ഉള്ളവന്മാരെ തന്നെ എല്ലാവരും അന്ന് നമ്മൾ അല്ല ബ്രോ ഇല്ലായിരുന്നു. അതിലും ഞാൻ ചോദിക്കട്ടെ, ഈ ട്രിപ്ലേറ്റ് 1.8 TS അതിനേക്കാളും ഇത്രയും ഇംപ്രൂവ് എങ്ങനെ ആകുന്നത്? ഇപ്പൊ എന്തോ ഒരു വലിയ വ്യത്യാസം ഉണ്ട് 2 ലിറ്റർ. ഇല്ല ഒരു എഞ്ചിനാണെങ്കിൽ സെയിമാ. ഗിയർ ബോക്സിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ഇത്രയും വ്യത്യാസം ഉണ്ട്. ഈ സെയിം എഞ്ചിൻ ആ സെയിം 1.8 DQ250 കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ കിട്ടും. ഫീല് കിട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് 1.8 ആണ് പൊട്ടൻഷ്യൽ എനിക്ക് അറിയത്തില്ല. സെയിം പൊട്ടൻഷ്യൽ. പക്ഷേ അപ്പൊ പിന്നെ DTRO എങ്ങനത്തെ IS38 ചെയ്യാൻ പറ്റത്തില്ല. IS38 ചെയ്യാൻ പറ്റാത്ത തന്നെ IS30 ചെയ്യാം. 1.8 DTR ചെയ്യാൻ പറ്റില്ല. അതല്ല ആ DTR 2 ലിറ്ററിനെ ഉള്ളൂ. അതിനാ ആ വ്യത്യാസം തന്നെ. അതായത് കമന്റില് താഴെ ഇട്ടോളൂ. തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അയ്യോ, ഞാൻ ചോദിച്ച ചോദ്യമല്ലേ. ഭയങ്കര റെയർ ആയിട്ട് ഇങ്ങനെ വണ്ടിയാണല്ലേ. ചില ആൾക്കാർ ഇത് മേടിച്ചിട്ട് VRS നമ്പറിന് വിൽക്കുന്നേ കണ്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ അറിയാം. മറ്റേ ആക്ച്വലി VRS എന്ന് പറഞ്ഞേ കൊണ്ടിട്ടതാ. ഇവിടെ ഒരാൾ വന്നു, ഞങ്ങളുടെ VRS ഞാൻ കേരളത്തിൽ VRS ആണ്.
അല്ല സിൽവർ വൈറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞു ആയിരിക്കത്തില്ല. അരുപ്രദീപ് സിവിക്ക് മേടിക്കാൻ പോയപ്പോ അവിടെ കിടക്കുന്നതുണ്ട്. ആ സിവിക്ക് ടെസ്റ്റ് മേടിക്കാൻ ഇവിടെ കൊണ്ടുവന്നു. ഡൽഹി വണ്ടിയാണോ? അല്ല ഇത് കെ വണ്ടിയാണ്, കർണാടക വണ്ടിയായിരുന്നു. അത് അയാൾ തന്നെ ഓണർ തന്നെ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു. ഇത് സിപ്പിൾ നിങ്ങളുടെ വണ്ടിയാണ്. അന്ന് കമ്പനി ഇട്ട ടോർക്ക് മാർക്കിനെ ബോൾട്ട് കിടക്കുന്നത്. ERS പോലെ വല്ല അലുപ്പില്ല വള്ളി ഒന്നും പിന്നെ കൺട്രോളില്ല. അതെ അതൊരു വള്ളിയാണ് പൊട്ടിച്ച്. ഒന്നുമില്ല, ഇന്റീരിയർ ബ്ലാക്ക് ആണ് അത്രേ ഉള്ളൂ. എല്ലാം വ്യത്യാസം. AC കൺട്രോൾ പഴയ ഇച്ചിരി പഴക്കമുള്ള വണ്ടികളുടെ മണം ഭയങ്കര രസമല്ലേ, ആ റോ ഫീൽ അല്ലേ. ഇതെങ്ങനെ ഈ മണം വരുന്നത്? എൻ്റെ ലോറയ്ക്ക് ഈ മണം വരുന്നത് 2 ആഴ്ചയെങ്കിലും കൊണ്ടിടാം. പൂന്നൊക്കെ ഇവര് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി എവിടെ പോണ കഴിക്കാൻ പേടിയൊന്നും ആകത്തില്ല അല്ലേ? പിന്നെ പേടി ആകത്തില്ലേനോ? ഞാൻ ചോദിച്ചാലോ എന്നെ കൊല്ലം കൊണ്ടുവന്നോ? അയ്യോ പേടി. വൈഫ് പറയോ എന്നെ എന്നെ പുറത്തോട്ട് PRS അവള് കയറത്തില്ല. M2 എന്താവോ സത്യം. ഞാൻ M2 ഇതുവരെ അവളെ സ്പീഡിൽ പോയിട്ടില്ല. അത് ഈ വണ്ടി ഡീറ്റെയിൽ ചെയ്തപ്പോഴേ വട്ട കേട്ടോ, കാറിലെ വട്ട് പിടിച്ച വണ്ടി ഭ്രാന്ത് അല്ലേ? അത് ഇവന്റെ കയ്യില് വണ്ടി ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അത് കാണാനുണ്ട്. ഞാനിങ്ങനെ ഓടിക്കത്തില്ല ഈ വണ്ടി. മറ്റേ വണ്ടി കൊണ്ടുവന്നില്ലേ? 95 മിക്സ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. ഏതിനകത്ത് 95 മിക്സ് ചെയ്തത്? പവർ 95. DSC ഫാട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ നമുക്ക് 230 നമ്മൾ ഗിയർ മാറുമ്പോൾ എൻജിൻ പവർ കട്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ആ ഫാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഈ രണ്ട് ഇത് കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രാക്ഷൻ ഓൺ ആകുമ്പോഴത്തേക്കിനും ട്രാക്ഷൻ പിടിക്കുമല്ലോ. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആകുമ്പോഴത്തേക്കിനും സെയിം തിങ് ഈ പറയുന്ന എൻജിൻ പവർ കട്ട് ചെയ്യും. ആ പവർ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ പ്രപ്പർ കേൾക്കും. അങ്ങനെയാണ് ഒരുമിച്ചടിക്കുന്നത്. ഗിയർ ഷിഫ്റ്റിന്റെ കൂടെ ട്രാക്ഷൻ ഔട്ട് ആകുമ്പോഴത്തേക്കിനും അങ്ങനെ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ. ആ ഗോൾഫ് ഒക്കെ അവന്റെ ഫാസ്റ്റിന്റെ, പക്ഷെ അവന്റെ സൈഡിൽ മൊത്തം വണ്ടികളോടാ. വീഡിയോ കാണിച്ചില്ല തന്നെ. നമ്മൾ നേരിട്ടില്ല, അന്ന് ചുമ്മാ സംസാരിച്ചില്ലേ. എന്ത് ബാക്കിന്നുള്ള തീം വരൂ? എന്റെ ബാക്കിലെ തീ വരുന്നത് കൊല്ലണ ഒച്ചയായിരിക്കും. എനിക്ക് പേടിയാണ്. ഒച്ചയില്ല. മരില്ല. ഇപ്പം സൗണ്ട് വരത്തില്ല. ഇച്ചിരി കൂടെ കഴിയണം. നമുക്കിന്ന് പോവാൻ ഫ്രീ വേ. വെട്ടിയത് കണ്ട നിനക്ക് ഫീൽ ചെയ്തായിരുന്നോ? പനമ്പള്ളി പോട്ടെ, പോയി കഴിക്കാം. ടയർ ഇട്ടിട്ട് എല്ലാം നൈറ്റിൽ ഇങ്ങനെ ഇറങ്ങുക, പൊട്ടിക്കുക. പനമ്പള്ളി വളി ഇവിടുന്ന് മേലോട്ട് കയറിട്ട് എങ്ങോട്ടേക്കും പോകും. എന്തൊക്കെയോ വണ്ടിയാ ഓടിക്കുന്നത്.
ഇന്നലെ G87 ഓടിച്ചു, ഇന്ന് VRS DTR VRS ഓടിച്ചു, ഇപ്പൊ F87 ഓടിക്കുന്നു. എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കാർസ്. G87 ഓടിച്ചു. ഗ്രാറ്റിറ്റ്യൂഡ്. പവറേഷ്. ഇന്നലെ G87 ഞാനും ബോണിയും ഡാരലും കൂടെ ചുമ്മാ നമ്മുടെ തൊടുപുഴ റോഡിൽ 2 പൊടി വിളിച്ചു. ബ്രൂട്ടൽ വണ്ടി കേട്ടോ, ബ്രൂട്ടൽ, ജസ്റ്റ് ബ്രൂട്ടൽ. പിന്നെ ആ എക്സോസ്റ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് അത്ര ഒരു ഫീലിംഗ് തോന്നുന്നേ. ഇതിന് എക്സോസ്റ്റ് ഇല്ലല്ലോ. ഇട്ടോ, ഞാൻ ഇടാം, ഞാൻ തിരിച്ചോണ്ട് ഇട്ടോ. കുറച്ച് കേട്ടോ. Hi boys, അപ്പം we received a lot of comments on the recent upload, so അതൊന്നും നമ്മൾ വായിക്കാം, ലൈവായിട്ട് തന്നെ റിപ്ലൈ പറയാം. അല്ലേ നമ്മളെ petition for mainstream video creation. Yeah, that's what we're trying to do. We're trying to get in the mainstream media. We'd love to make car content for you guys. Second is Surreal Night. Yeah, of course. Enjoyed every second of it. Peak automotive content. 340i ഒക്കെ ഒരു വണ്ടിയാണോ? പറഞ്ഞു മാടുത്തതിനുള്ള കാരണം ഇനി ഞാൻ പറയുന്നില്ല. DD ഫാം, ഡെയിലി ഡ്രിവൺ എക്സോട്ടിക്സ്, ബെസ്റ്റ് നൈറ്റ് ഔട്ട് എവർ. അത് നീ തന്നെ, നിന്റെ സത്യല്ലേ? ഏൽപ്പിക്കായിരുന്നു അതെ. 340i ഒക്കെ ഒരു വണ്ടിയാണോ? ഹൈലൈറ്റ്. അതിന് വായിക്കാതിരിക്കാമോ? One day, heart. Lambo was really worth watching this video. Yes, it was. We need yellow DRLs for the M2. ശരിയാ അല്ലേ? പക്ഷേ എക്സോസ്റ്റ് ഫസ്റ്റ്. Fun vlog with pure adrenaline. ശരിയാ, പൊങ്ങി. നൈസും ഒരു 14 ഹാർട്ടും കൊള്ളാം. എല്ലാം ഓക്കെ, പക്ഷെ രാത്രി എന്തിനാ ഷെയ്ഡ്സ് വെച്ചിരിക്കുന്നത് ബ്രോ? ഇത് ഷെയ്ഡ്സ് അല്ല, ഇതൊരു എന്താ പറയുക, ലൈറ്റ് ഇൻറ്റൻറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതെനിക്ക് കണ്ണ് കാണുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത് രാത്രി ഡ്രൈവ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട്. അക്കീല എന്ന് പറഞ്ഞ ഷെയ്ഡ്സ് ആണ്. എൻ്റെ ഫ്രണ്ട് സ്പെക്ടക്കിൾ കമ്പനി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്കും കിട്ടും. ഇത് അടിപൊളിയാണ്, കുറേ ഷെയ്ഡ്സിലൊക്കെ ഉണ്ട്. ഓക്കെ, അതെ. When any supercar or Lambo is in front of the person coming behind, won't check the sights for sure. മനസ്സിലായില്ല. ഇതുണ്ടോ? വേറൊരു വണ്ടി ബാക്കി പിടിക്കത്തില്ല. ജയലക്ഷ്മി ഇവിടെ കണ്ടാണ് അവിടെ ഇപ്പൊ ഉറക്കൻ. അത് ഞാൻ നീല വണ്ടി. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടോ? എന്റെ വരി ഞാനും താനും അല്ലാതെ വേറെ ആരെങ്ങനെ ആരും ഓടിച്ചിട്ടില്ല. അവനെ ഓടിച്ചിട്ടുണ്ട് കുറെ ഓടിച്ചിട്ടുണ്ട് അല്ലേ? ഈ പേടിയൊന്നും ആർക്കല്ല കൊടുക്കാൻ. So guys, with that we've come to the end of a very short vlog. So നമ്മൾ അടുത്ത ആഴ്ച പുതിയൊരു വലിയ വ്ളോഗ് കൊണ്ട് വരുന്നതായിരിക്കും. താങ്ക് യു.
അതാണ് ഹൈലൈറ്റ്. അത് ശരിക്കും അങ്ങനെ പക്ഷെ ഇവൻ ചിലപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും 340 വണ്ടിയാണ് ശരിക്കും അങ്ങനെ. കേക്കാവോ?